സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലേക്കുള്ള ടൺ കണക്കിന് റേഷൻ അരി കാണാതായ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ജില്ലാ കലക്ടർ. കുറ്റം തെളിഞ്ഞാൽ വിതരണക്കാർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. എന്നാൽ ഇപ്പോഴും ഇടമലക്കുടിയിലെ പല ഉന്നതികളിലും റേഷൻ അരി കിട്ടാനില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. ഇടമലക്കുടിയിൽ വിതരണം ചെയ്യേണ്ട 65 ടൺ അരിയാണ് കാണാതായതായി ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. ഇതാണ് ഇടമലക്കുടിയുടെ അവസ്ഥ. പല ആൾക്കാരും അരിക്ക് വേണ്ടി കിലോമീറ്ററോളം നടന്നു വന്ന് ഇവിടെ വന്ന് 2-3 പ്രാവശ്യം വന്നു പോയിട്ടും ഇതുവരെ അരി കിട്ടാത്തവരുണ്ട്. അപ്പോൾ ഒരു ദയനീയ അവസ്ഥയാണ് ഇടമലക്കുടിയിൽ നടക്കുന്നത്. ഈ വേനൽക്കാലത്ത് പോലും ഇവിടെ അരി കിട്ടാത്തൊരവസ്ഥയാണ് ആൾക്കാർക്ക്. ഞങ്ങൾക്ക് കുറേ ദിവസമായി ഞങ്ങൾ 2-3 തവണ അടുത്ത കഴിഞ്ഞ മാസത്തെ അരിയും കിട്ടില്ല, ഈ പ്രാവശ്യത്തെ അരിയും കിട്ടിയിട്ടില്ല. ഞങ്ങൾ ബില്ലും കൊണ്ട് നടക്കുന്ന മാത്രമേ 2 മാസം ഇതുവരെ നടക്കാൻ തുടങ്ങിയില്ല. കഴിഞ്ഞ 1 മാസമായി ഇടമലക്കുടിയിൽ റേഷൻ അരി ലഭിക്കുന്നില്ലെന്ന് പരാതി ഉന്നയിക്കുകയാണ് ഉന്നതികളിലുള്ളവർ. ഇടമലക്കുടിയിലെ ആദിവാസികൾക്ക് വിതരണം ചെയ്യേണ്ട 65 ടൺ അരി കാണാനില്ലെന്നാണ് ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. 2 റേഷനിംഗ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ പെട്ടിമുടി ഗോഡൌണിലും സൊസൈറ്റിക്കുടി, വെള്ളാരക്കുടി എന്നിവിടങ്ങളിലെ റേഷൻ കടകളിലുമായിരുന്നു പരിശോധന. 70,000 കിലോ സ്റ്റോക്ക് ഉണ്ടെന്ന് കാണിച്ചെങ്കിലും 5,000 കിലോ മാത്രമാണ് പരിശോധനയിൽ കണ്ടെത്താനായത്. 65,000 കിലോയുടെ നഗ്നമായ തട്ടിപ്പ്. സപ്ലൈകോ എത്തിച്ചു നൽകുന്ന അരി ഗിരിജൻ സൊസൈറ്റി വഴിയാണ് റേഷൻ കടകളിൽ വിതരണം ചെയ്യുന്നത്. ഗിരിജൻ സൊസൈറ്റിയിലെ കരാറുകാരന് തട്ടിപ്പിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. സിവിൽ സപ്ലൈസ് വകുപ്പും സഹകരണ വകുപ്പ് രജിസ്ട്രാറുമാണ് തുടരന്വേഷണം നടത്തുന്നത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ദേവികുളം സബ് കളക്ടർ VM ആര്യ പറഞ്ഞു. ഒരു വ്യക്തി ആണ് അല്ലെങ്കിൽ ഒരു സംഘടനയാണ് അതിന്റെ പിന്നിലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം ഗവൺമെന്റിന് ലയബിലിറ്റി ഉണ്ടാക്കിയ സാഹചര്യത്തിൽ അതിനുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കാം. ദേവികുളം ഗിരിജൻ സൊസൈറ്റിയും സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ക്രമക്കേട് നടത്തുന്നതെന്നാണ് ആദിവാസികളുടെ ആരോപണം. വിതരണം ചെയ്യുന്ന അരി വൃത്തിഹീനമായതാണെന്നും കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകണമെന്നും ഇടമലക്കുടി ഉന്നതിയിലെ നിവാസികൾ പറയുന്നു. എല്ലാ കുടുംബങ്ങൾക്കും 17,000 കിലോ അരിയാണ് ഒരു മാസത്തിൽ കിട്ടേണ്ടത്. അപ്പോൾ ഒരു മാസത്തിൽ ഇത്ര അരി ഞങ്ങൾക്ക് കിട്ടുന്നില്ല. നാമമാത്രം ഒരു 8,000 കിലോ, ഒരു 10,000 കിലോ അത്രയും അരിയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഒരു അഴിമതിയാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത്. പെട്ടിമുടിയിലൊരു ഗോഡൗൺ ഉണ്ട്. ആ ഗോഡൗണിൽ നിന്ന് ഇങ്ങോട്ട് അരി കടന്നു വരുന്നില്ല. അപ്പോൾ അതിൻ്റെ അപ്പുറമാണ് ഈ തിരിമരിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. 2 വർഷം മുൻപ് ഇടമലക്കുടിയിലേക്കുള്ള റേഷൻ അരി മറിച്ചുവിറ്റ കേസിൽ ഗോഡൌൺ വാച്ച്മാനെ സസ്പെൻഡ് ചെയ്യുകയും സ്റ്റോർ കീപ്പറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് മലയാളം, ഇടുക്കി.